ലാസ്റ്റ് ബേഴ്സേക്ക് വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് കാരണം തന്നെ ഇന്നും ബേഴ്സേക്കിനെ പറ്റി തന്നെയാണ് വീഡിയോ. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഗഡ്സ് ഗോഡ്സ് ആൻഡ് ആയിട്ട് മീറ്റ് ചെയ്യും. ആൻഡ് മുന്നോട്ട് നിങ്ങൾ ഈ മാങ്കയുടെ എക്സ്പ്ലനേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നല്ല പേടിയുണ്ട് എനിക്ക്. അതുകൊണ്ട് നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ് എൻ്റെ ഇതിലെ മോട്ടീവ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഫിസിഷ്യനെ ബലി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിസിഷ്യനെ ബലി കൊടുക്കുമ്പോഴും അയാളെ തല വെട്ടുമ്പോഴും അയാൾ ഗഡ്സിന്റെ മുകളിൽ അത്രയും വിശ്വാസം വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗഡ്സിനോട് ലിറ്ററലി കെഞ്ചി ഉണ്ടാവും ഇവന്മാരെല്ലാം ജീവനോടെ കത്തിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇത് കാരണം തന്നെ ഗഡ്സ് ഇവന് വേണ്ടിയിട്ട് റിവെഞ്ച് എടുക്കാനും തയ്യാറായിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കൗണ്ടിനെ കാണിക്കുന്നുണ്ട്. കൗണ്ട് പക്കിനെ പിടിച്ചിട്ടുണ്ടാവും. പക്ക ഫിസിഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിണ്ടാവും. അങ്ങനെ രക്ഷിക്കാൻ പോണതിന്റെ ഇടക്ക് കൗണ്ടിന്റെ സോൾജേഴ്സ് വന്ന് പക്കിനെ പിടിച്ചിട്ടുണ്ടാവും. ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നതാണ് കൗണ്ടിന്റെ മകൾക്കൊരു ഗിഫ്റ്റ് ആയിട്ട് കൗണ്ടിനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. എന്റെ മകൾക്ക് ഈ ഗിഫ്റ്റ് ഇഷ്ടമായെങ്കിൽ പോലും ആ മകളുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരിക്കില്ല, ഒന്നും പ്രകടിപ്പിക്കില്ല. എന്റെ സ്വന്തം അച്ഛനാണെങ്കിൽ പോലും ഈ കൗണ്ടിനെ ഈ മകൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. മകൾക്ക് നല്ലോണം ഇയാളെ പേടിയുണ്ടായിരുന്നു. ആൻഡ് ഇങ്ങനെയുള്ള ഒരു റിലേഷനാണ് ഇവർ തമ്മിൽ, കൗണ്ടും കൗണ്ടിന്റെ മോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒട്ടും അറ്റാച്ച്ഡ് അല്ലാത്ത റിലേഷനാണ്. കൗണ്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് എത്ര ദേഷ്യപ്പെട്ടവനും എത്ര ക്രൂരനായാലും സ്വന്തം മകളുടെ അടുത്ത് ഒന്നും പറയില്ല. ആൻഡ് ഇതിനുശേഷം കൗണ്ടിന് മനസ്സിലാവുന്നു ഗഡ്സ് കാസലിനുള്ളിൽ കയറിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. എന്റെ ക്യാപ്റ്റനെ കാണാൻ പണ്ടത്തെക്കാളും പവർഫുൾ ആയിട്ടായിരുന്നു. എന്റെ ക്യാപ്റ്റനെ ലാസ്റ്റ് ടൈം അതായത് മേൽക്കൂര എല്ലാം താഴത്തോട്ട് ഇട്ടായിരുന്നു തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ചെയ്യാൻ പറ്റത്തില്ല, കാരണം കൊട്ടാരത്തിന് മേൽക്കൂര ഇല്ലായിരുന്നു. ആൻഡ് ഇതിനുശേഷം ഇവർ തമ്മിലുള്ള ഒരു ഫുൾ ബ്ലോൺ ഫൈറ്റ് ആണ് കാണിക്കുന്നത്. കിടിലനായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗഡ്സിന്റെ ആരോസ് ഗഡ്സ് യൂസ് ചെയ്യുന്നു, ഗഡ്സിന്റെ വാള് ഗഡ്സ് യൂസ് ചെയ്യുന്നു. പക്ഷേ ഈ മോൺസ്റ്ററിന്റെ മേത്ത് ഒന്നും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. എത്രയൊക്കെ പവർഫുൾ ആണെങ്കിലും ഇയാളൊരു മണ്ടനായിരുന്നു. കാരണം ഇയാൾ തന്നെ ഗഡ്സിനോട് പറഞ്ഞു കൊടുക്കും, നീ എന്നെ എവിടെയൊക്കെ അടിച്ചിട്ടും കാര്യമില്ല, കാരണം നീ എന്റെ തലയിൽ നിനക്ക് തൊടാൻ പറ്റാത്തോടത്തോളം കാലം നീ എന്നെ തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ക്യാപ്റ്റന്റെ വീക്ക്നെസ് ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയിട്ട് ഗഡ്സിനോട് പറഞ്ഞു കൊടുക്കും. ഇറ്റ് ഡസൻ മാറ്റർ. ഗഡ്സ് എന്താ ചെയ്യുക, ഗഡ്സ് നേരെ വാളെടുത്തിട്ട് തല വെട്ടിക്കളയും. വെട്ടിക്കളഞ്ഞതിന് ശേഷം പറയും താങ്ക് യു ഫോർ ദ ടിപ്പ്. പക്ഷെ ഇതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് മരിച്ചിട്ടുണ്ടാവില്ല. ആൻഡ് ഇതുവരെ ചാവാത്തത് കണ്ട ഗഡ്സ് അതിന്റെ തലയെടുത്ത് നേരെ ചുമരിൽ വെച്ച് തേച്ച് ചമ്മന്തിയാക്കി കളയും. ആൻഡ് അങ്ങനെ ഈ ക്യാപ്റ്റന്റെ ചാപ്റ്റർ അവിടെ ക്ലോസ് ആവുന്നു. ചാപ്റ്റർ ക്ലോസ് ആയെങ്കിൽ പോലും ഗഡ്സ് ജയിച്ചെങ്കിൽ പോലും ഗഡ്സിന്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പോയിണ്ടാവും. അതിന്റെ അത്രക്ക് അവശനായിട്ടും ബ്ലഡ് പോയിട്ടും ഗഡ്സിനുള്ള ദേഷ്യം ഗഡ്സിനെ ഗിവപ്പ് ആക്കാൻ സമ്മതിക്കുന്നില്ല. ആൻഡ് ഇപ്പൊ ഗഡ്സിന് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് പോയിട്ട് പിന്നെ വന്ന് കൗണ്ടിനെ കൊല്ലാം ഇല്ല, പക്ഷെ ഗഡ്സ് അവിടുന്ന് പോവില്ല. ഗഡ്സ് അവിടുന്ന് എണീറ്റ് പിന്നെയും വന്ന് കൗണ്ടിനെ തേടിക്കൊണ്ടിരിക്കും അവനായിട്ട് ഫൈറ്റ് എടുക്കാനായിട്ട്. ആൻഡ് ഇതിനുശേഷം നമുക്ക് കൗണ്ടിന്റെ മോളും പക്കും തമ്മിലുള്ള സംഭാഷണമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം പക്ക് പേടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, കാരണം ഇവളിപ്പോ എന്നെ കഴിക്കുമെന്ന് ആലോചിച്ചിട്ട്. കാരണം കൗണ്ട് കഴിക്കില്ല മനുഷ്യന്മാരെ, അതുകൊണ്ട് തന്നെ പക്ക് പേടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇവളിപ്പോ എന്നെ കഴിക്കുമെന്ന് ആലോചിച്ചിട്ട്. ബട്ട് മോൾ അവിടെ എൻഷുർ ചെയ്യും അവളുടെ അച്ഛന്റെ പോലെ അല്ലാന്ന് എൻഷുർ ചെയ്യും. അതിന്റെ കൂടെ അവള് പറയും അവളുടെ അച്ഛൻ ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല, അവളുടെ അമ്മ മരിച്ചതിന് ശേഷമാണ് അവളുടെ അച്ഛൻ ഇങ്ങനെ ആയി തുടങ്ങിയെന്ന് പറയും. ഇവൾക്ക് മുഴുവനായിട്ടൊന്നും ഓർമ്മയില്ല, ഇവളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പോലും കൗണ്ട് ഇവളോടത്ത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അവളുടെ അമ്മയെ അന്ധവിശ്വാസികളായ ഒരു ഗ്രൂപ്പ് ചേർന്ന് കൊന്നെന്നാണ്. അവളുടെ അമ്മയെ ഒരു സാക്രിഫൈസ് ആയിട്ട് ദൈവത്തിന് ബലി കൊടുത്തിട്ട് കൊന്നു കളഞ്ഞതായിരിക്കും. ആൻഡ് ആ ഇൻസിഡൻസിന് ശേഷമായിരിക്കും ഇയാള് ഈ കൗണ്ട് ഇങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ചേഞ്ചസ് വന്നതിന് ശേഷം കൗണ്ടിനെ ഒരു മനുഷ്യനായിട്ട് പോലും ഈ മകള് കണക്കാക്കിയിട്ടുണ്ടായില്ല. ലിറ്ററലി ഒരു മോൺസ്റ്റർ ആയിട്ടായിരുന്നു അവളുടെ മുന്നിൽ കൗണ്ട് എപ്പോഴും രൂപപ്പെട്ടുകൊണ്ടിരുന്നത്. ആൻഡ് ഇങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ആ പ്രിൻസസ് മെല്ലെ കിടന്നുറങ്ങും. ഇതിനുശേഷം വീണ്ടും സീൻ ചേഞ്ച് ആവും. സീൻ ചേഞ്ച് ആയിട്ട് നമുക്ക് കാണിക്കുന്നത് ഗഡ്സിനെയാണ്. ഗഡ്സ് ആ കൊട്ടാരം മൊത്തം അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഏതൊക്കെ സോൾജേഴ്സ് അവന്റെ മുന്നിലോട്ട് വരുന്ന അവിടെ എല്ലാം അറുത്തിട്ടിട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ കാസലിൽ ഓരോ മുക്കും മൂലം അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കിളവൻ ഗഡ്സിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഒരുപാട് സോൾജേഴ്സ് ആയിട്ട് വരും. ആ സോൾജേഴ്സ് ആയിട്ട് വന്നതിന് ശേഷം അയാൾക്ക് അറിയാം ഇപ്പൊ എത്ര സോൾജേഴ്സ് ഉണ്ടെങ്കിലും ഗഡ്സിനൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു വാർണിംഗ് കൊടുക്കും, അതായത് മെല്ലെ റിക്വസ്റ്റ് ചെയ്തതിനെ പോലെ ചോദിക്കും, തിരിച്ചു പോയിക്കോ, ഇവിടുന്ന് മരിക്കണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇപ്പൊ തന്നെ തിരിച്ചു പോയിക്കോ എന്ന് പറയും. അപ്പൊ തന്നെ ഗഡ്സ് അങ്ങോട്ട് തിരിച്ചു പറയും മൂവ് എന്ന് പറയും. ഇത് കേട്ടിട്ട് അയാൾ ആ കിളവൻ ലിറ്ററലി ഷോക്കായി നിൽക്കും. ആൻഡ് ഇങ്ങനെ ഒരു വട്ടം പറഞ്ഞതിന് ശേഷം വീണ്ടും ഗഡ്സ് പറയും യു ആർ ഇൻ മൈ വേ, മൂവ് എന്ന് പറയും. ആൻഡ് ഇത് കേട്ട പേടിച്ച കളവൻ പെട്ടെന്ന് തന്നെ എല്ലാവരോടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറയും. ആൻഡ് ഫസ്റ്റ് അറ്റാക്ക് കൊടുക്കുന്നത് ഗൺ ആർച്ചർ വെച്ചിട്ടാണ്. ഗൺ ആർച്ചർ ഈസി ആയിട്ട് കൗണ്ട് റിപ്പൽ ചെയ്യും. ഗഡ്സിന്റെ വാളെടുത്ത് ഗഡ്സ് ഒരു ഷീൽഡ് പോലെ യൂസ് ചെയ്തിട്ട് ആരോസ് എല്ലാം തടുത്ത് കളയും. ആൻഡ് ഇത് കണ്ട് ഈ കളവൻ പിന്നെയും പേടിക്കും. അതിനുശേഷം എല്ലാവരും ജാവലിൻസ് എടുത്തു വരും. പക്ഷെ ജാവലിംഗ് എടുത്തു വരുന്നവരെയും ഗഡ്സ് ഈസി ആയിട്ട് എൻകൗണ്ടർ ചെയ്തിട്ട് ഈസി ആയിട്ട് അവരെയും തോൽപ്പിക്കും. ഈവൻ ജാവലിങ്ങിന് പോലും ഗഡ്സിന് ഒരു 4 ലെവൽ ഏൽപ്പിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം അവരുടെ പിന്നെയും ക്യാപ്റ്റൻസ് വരും. ക്യാപ്റ്റൻസ് മുന്നേ വന്ന ക്യാപ്റ്റൻ ഇച്ചിരി സ്ട്രോങ് എങ്കിലും ആയിരുന്നു. ഇവരെല്ലാം ഗഡ്സ് ഒറ്റ വീശൽ തന്നെ കൊന്നു കളയും. അതിന്റെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗഡ്സിന്റെ ഒറ്റ വീശൽ അയാൾ 2 കഷ്ണമായിണ്ടാവും. അയാളുടെ പിന്നിൽ നിൽക്കുന്ന പില്ലറില്ലേ, ആ പില്ലറും 2 കഷ്ണമായിണ്ടാവും.
അത്രയും പവർഫുൾ ആയിട്ട് ഗഡ്സ് അറ്റാക്ക് ചെയ്യും അവരെല്ലാവരെയും. ഇത് കണ്ടിട്ട് എന്റെ ഉള്ളിൽ ഒറ്റ ക്വസ്റ്റ്യൻ ആയിരുന്നു, കാരണം ഒറ്റ സിംഗിൽ എത്ര പവറാണ് ഇവന്റെ ഉള്ളിലെന്ന്. അങ്ങനെയായിരുന്നു എന്റെ മൈൻഡിൽ തോന്നിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനുശേഷം ഗഡ്സ് നല്ല സ്റ്റെയറിന്റെ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ വീണ്ടും അവിടെ സോൾജേഴ്സ് വരും. പക്ഷേ വരുന്ന സോൾജേഴ്സ് നോക്കി നിൽക്കത്തേ ഉള്ളൂ. അവന്റെ മോൺസ്റ്ററസ് ആയിട്ടുള്ള അറ്റാക്ക് കണ്ടിട്ട് അവനൊന്ന് തൊടാൻ പോയിട്ട് അവന്റെ അടുത്ത് പോലും പോകുന്നുണ്ടാവില്ല. ഇതിനുശേഷം വീണ്ടും നമുക്ക് പക്കിനെയും ആ പെണ്ണിനെയും കാണിക്കും. ആ പെണ്ണ് പക്കിനോട് പറയും, ഒരുപാട് വർഷമായിട്ട് ഈ ചുമരിന്റെ ഉള്ളിൽ ഞാൻ പുറത്തോട്ട് പോലും ഇറങ്ങിയിട്ടില്ല, കാരണം അവളുടെ അച്ഛൻ അവളെ പുറത്തിറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ആരെങ്കിലും അവളെ ഹാം ചെയ്യും. അത് കാരണം തന്നെ കൗണ്ട് അവളെ പുറത്തോട്ട് ഇറങ്ങാൻ സമ്മതിക്കാണ്ട് ആ കൂരയുടെ ഉള്ളിൽ അടച്ചിട്ടേക്കാണ്. ആൻഡ് ഇതിനുശേഷം പക്കിന് മനസ്സിലാവും ഗഡ്സ് വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ പക്ക് അവളോട് പറയും ഞാൻ ഇവിടുന്ന് പോവാണെന്ന്. അത് കേട്ട് ആ പെണ്ണിന് ഭയങ്കരമായിട്ട് വിഷമമാണെങ്കിൽ പോലും പക്ക് തിരിച്ചു പറയും ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും എന്ന് പറയും. ആൻഡ് തിരിച്ചു വന്ന് ഞാൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു പക്ക് ആ പെൺകുട്ടിയോട് പറയും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഗഡ്സ് ആ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ടാവും, അതായത് കൗണ്ടിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. കൗണ്ടും ഇവന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഗഡ്സ് വന്നതും ഇയാളുടെ ട്രൂ ഫോം എടുക്കും. ഇത് എന്ത് സാധനമാണെന്ന് എനിക്ക് കണ്ടപ്പോഴൊന്നും മനസ്സിലായില്ല. എന്തൊക്കെ അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്നത് നോക്കി. അതായിരിക്കത്തില്ല അല്ലെ, നോക്കി എന്ത് വലുതാ അത്. ഓക്കെ, ഇതിനുശേഷം ആൻഡ് ഗഡ്സിന്റെ രീതിയിൽ അയാളുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എല്ലാവരും കൊന്നിട്ട്. ആൻഡ് പക്കും ഗഡ്സിനെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ആൻഡ് പക്ക് ഗഡ്സിന്റെ സ്ഥലത്ത് എത്തിയിട്ട് പക്ക് ആദ്യം കാണുന്നത് ഭയങ്കര വലിയൊരു മോൺസ്റ്റർ പോലുള്ള ഒരു ജീവിയാണ്. ആൻഡ് ആ ജീവിയെ കാണാൻ ഇതുപോലെ ഇരിക്കും. ആൻഡ് ആ ജീവിയുടെ വലുപ്പം കാരണം തന്നെ ആ കാസിൽ തന്നെ ഇടിഞ്ഞ് താഴോട്ട് കൊള്ളാതെ ഒരു ലെവലായിരിക്കും. ആൻഡ് ഗഡ്സും സമൂഹം മാനേജ് ചെയ്യുന്നതായിരിക്കും. മോൺസ്റ്ററിന്റെ അറ്റാക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് മാനേജ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഗഡ്സിന്റെ മേലെ എത്രയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടും അത് വീണ്ടും റീഗ്രോ ആയി വരുന്നുണ്ടാവും. ആൻഡ് ഇതിനുശേഷം പ്രിൻസസിനെ കാണിക്കുന്നുണ്ട്. പ്രിൻസിന്റെ റൂം ഇടിഞ്ഞുണ്ടാവും ഇതിനോട് കാരണം തന്നെ. ആൻഡ് ഈ മോൺസ്റ്ററിന്റെ ഈ അറ്റാക്സ് കാരണം തന്നെ കൊട്ടാരം തന്നെ ഒരുവിധം പൊളിഞ്ഞ് വീഴാനുള്ള ലെവലിലായിരിക്കും ഉണ്ടാവും. ആൻഡ് ഇത് കാരണം തന്നെ പ്രിൻസസ് ആ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. പ്രിൻസസിന് അറിയണമായിരുന്നു ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ പ്രിൻസസ് മെല്ലെ പുറത്തോട്ട് ഇറങ്ങും. ഇതിനുശേഷം വീണ്ടും സീൻ ചെയ്തിട്ട് മോൺസ്റ്ററും ഗഡ്സും തമ്മിലുള്ള ഫൈറ്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഗഡ്സ് ജയിക്കുന്നത് പോട്ടെ, ഗഡ്സ് മാനേജ് ചെയ്യുന്നത് പോലും കഷ്ടിച്ചായിരിക്കും. ആൻഡ് ഇതെല്ലാം കണ്ടിട്ട് ഈ കളവൻ കൊട്ടാരത്തിൽ നിന്ന് ഓടാൻ നോക്കുന്നുണ്ടാവും. പക്ഷെ അയാളുടെ മുന്നിൽ നേരെ ഗഡ്സ് വന്ന് പ്രത്യക്ഷപ്പെടും. അതിനുശേഷം നമുക്ക് ആ വലിയ മോൺസ്റ്ററാണ് കാണിക്കുന്നത്. ആ മോൺസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഗഡ്സിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഒരു പില്ലറിന്റെ ബാക്കിൽ ഗഡ്സിന്റെ കേപ്പും കാണും. അങ്ങനെ കിട്ടി മോനെന്ന് പറഞ്ഞ പോലെ മോൺസ്റ്റർ അയാളുടെ അടുത്തേക്ക് ചെല്ലും. അതിന് പക്കു ഇത് കണ്ട് പേടിച്ച് നിൽക്കുന്നുണ്ടാവും. പക്ഷെ സർപ്രൈസിംഗിലി കേപ്പ് ഇട്ട് നിൽക്കുന്നത് ആ കിളവനായിരിക്കും. കിളവനെ ആ കേപ്പ് അണിയിച്ചുകൊണ്ട് കൊന്നുണ്ടാവും. ആൻഡ് ഈ ഡിസ്ട്രാക്ഷൻ യൂസ് ചെയ്ത് തന്നെ ഗഡ്സ് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തിട്ട് ഒരു അറ്റാക്ക് ചെയ്യും. ആ അറ്റാക്ക് മോൺസ്റ്ററിന്റെ മേത്ത് കുറച്ച് ഡാമേജ് ഉണ്ടാക്കും. ആൻഡ് ഈ ഡാമേജ് കൊള്ളുന്നത് അതിന്റെ കണ്ണിനാണ്. അതുകൊണ്ട് തന്നെ ആ മോൺസ്റ്ററിന്റെ ഒരു കണ്ണ് പോയിണ്ടാവും. പക്ഷെ ഗഡ്സ് തലക്കാണ് കുറി വെച്ചത്, തല പോയില്ല. അതുകൊണ്ട് തന്നെ ഒരു കണ്ണ് മാത്രമേ പോയുള്ളൂ. പക്ഷെ പിന്നെ ഒരു പ്രാവശ്യം കൂടി ഗഡ്സിന് ചാൻസ് കൊടുക്കാണ്ട് എടുത്തിട്ട് ഗഡ്സിനെ അലക്കും. ലിറ്ററലി ഓൾമോസ്റ്റ് ഗഡ്സ് അൺകോൺഷ്യസ് ആവും. ആൻഡ് ഈ മാങ്കയിൽ ആദ്യമായിട്ടാണ് ഗഡ്സിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുന്നത്. ആൻഡ് ഗഡ്സിനെ കൊല്ലാൻ വേണ്ടി മോൺസ്റ്റർ ഗഡ്സിന്റെ അടുത്തോട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ പക്ക് ഗഡ്സിന്റെ അടുത്തോട്ട് പോകും. ആൻഡ് ഇവനെ കോൺഷ്യസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പക്ക് അവിടെ കിടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോഴും ഗഡ്സ് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ആൻഡ് ഈ സമയം കൊണ്ട് തന്നെ ആ മോൺസ്റ്റർ ഗഡ്സിന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടാവും. ആൻഡ് അവിടെ നിന്ന് ഗഡ്സിനോട് പറയും, നീ എത്രയൊക്കെ നിന്റെ ബോഡിയെ നീ അപ്സ്കെയിൽ ചെയ്താലും, നീ എത്രയൊക്കെ ഫൈറ്റ് ചെയ്താലും, നീ വെറൊരു മനുഷ്യനാണ്, ചെറിയൊരു മനുഷ്യൻ തന്നെയാണ്. അപ്പൊ പക്ക് തിരിച്ചോട്ട് പറയും, നീ ഒരു ചെറിയ മനുഷ്യൻ തന്നെ ആയിരുന്നില്ല എന്ന് വയ്ക്കും. ആൻഡ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ തന്നെ ഗഡ്സിന്റെ പോക്കറ്റിൽ നിന്നിട്ട് ബെഹലറ്റ് വീഴും. ആ മുട്ട പോലുള്ള സാധനമില്ലേ, അത് വീഴും. ആൻഡ് ഇത് കണ്ടിട്ട് ഈ ആള് പറയും, മോൺസ്റ്റർ പറയും, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും നാൾ തെരഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയും. ആൻഡ് ഇത് മനസ്സിലാക്കിയ പക്ക ആ ബെഹലറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അതായത് ആ കീ എടുത്തിട്ട് അവിടെ നിന്ന് മെല്ലെ കുറച്ചുകൂടി പോകാൻ നോക്കും. കാരണം കുറച്ചുകൂടി സമയം എടുത്തിട്ടുണ്ടെങ്കിൽ ഗഡ്സ് എങ്ങനെയും കോൺഷ്യസ് ആയിട്ട് വരുന്നുള്ള കാര്യം ആലോചിച്ചിട്ട്. അവിടെ മോൺസ്റ്റർ അവിടെ കിടക്കുന്നു, പക്ക അവിടെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കല്ലെടുത്ത് എറിഞ്ഞത് തന്നെ പക്ക് നിലത്തോട്ട് വീഴും, ആ കീയും വീഴും. ആൻഡ് ഇവിടെ പക്കിന്റെ ലൈഫും ഗഡ്സിന്റെ ലൈഫും, അതായത് ഇച്ചിരി ഭാഗ്യം കൊണ്ട് തന്നെ ആ പ്രിൻസസിന്റെ എൻട്രി അവിടെ ഉണ്ടാവും. പ്രിൻസസ് കഥ കുറന്ന് മുന്നോട്ട് വരും. ആൻഡ് ഇത് കണ്ടിട്ട് അയാള് ലിറ്ററലി ഷോക്കായി നിൽക്കും. ആൻഡ് ഈ പെണ്ണും തന്നെ ഇയാളെ കണ്ട് പേടിച്ചോണ്ട് നിൽക്കും. അതായത് എത്ര സ്പീഡിലാണോ അങ്ങോട്ട് വന്നത് അത്രയും സ്പീഡിൽ അവിടെ നിന്ന് തിരിച്ചോട്ട് ഓടും. ആൻഡ് അവിടെ നിന്ന് ഓടിയിട്ട് അവിടെ ഒരു തൂണുണ്ടാവും. ആ തൂണിന്റെ അവിടെ പോയി വിളിച്ചു നിൽക്കും. ആൻഡ് ഈ സീൻ കണ്ടത്, അതായത് ഇവളെ ഈ ഓടി കൊളിക്കുന്നത് കണ്ടത് ലിറ്ററലി കൗണ്ട് തകർന്നു പോകും. ലിറ്ററലി തകർന്നു പോകും. ആൻഡ് ഈ സങ്കടം ദേഷ്യവും, ഈ ദേഷ്യം ആരുടെയും മേത്ത് തീർക്കണല്ലോ എന്ന് ആലോചിച്ചിട്ട് കൗണ്ട് തിരിയും. ആൻഡ് തിരിയുന്നത് നേരെ പക്കിന്റെ മുന്നിലോട്ടായിരിക്കും. പക്ക് ലിറ്ററലി അവിടെ ഫ്രീസായി നിന്ന് പോവും. കാരണം പക്കിന് മനസ്സിലാകുണ്ടായും ഇത് അവളുടെ അവസാനത്തെ ദിവസമാണ്. അതുകൊണ്ട് അവളുടെ വിധി ഇതാണെന്ന് ആലോചിച്ചിട്ട് അവൾ ഫ്രീസ് ആയിട്ട് നിൽക്കും. ബട്ട് വീണ്ടും പക്കിനെ ഭാഗ്യം തുണക്കും. ഗഡ്സ് എണീറ്റിട്ട് ഗഡ്സ് നേരെ അറ്റാക്ക് ചെയ്യും. ഗഡ്സ് അവന്റെ കണ്ണിലും മുഖത്ത് എല്ലായിടത്തും അറ്റാക്ക് ചെയ്യും. ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നുണ്ട് അത്രയും വീക്കായിട്ട് നിൽക്കുന്ന ഗഡ്സിന് എണീറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല, എങ്കിലും എണീറ്റ് നിൽക്കുന്നു. ആൻഡ് ഇത് കണ്ടിട്ട് പക്ക് ലിറ്ററലി കരയുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നിൽക്കുന്ന പക്കിനെ ഇപ്രാവശ്യം ഗഡ്സ് ഒന്നും പറയുന്നില്ല. സമാധാനത്തോടെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഡിമോണിക് ചിരിച്ചുകൊണ്ട് മെല്ലെ മോൺസ്റ്ററിന്റെ മുന്നോട്ട് നടക്കുമ്പോൾ വീണ്ടും മോൺസ്റ്ററിനെ വെല്ലുവിളിക്കുന്നു ഭയങ്കര കോൺഫിഡൻസിൽ. മോൺസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ദേഷ്യം
ദേഷ്യം കലി കയറിയിട്ട് ഗഡ്സിനെ ഒരു അടി അടിക്കുന്നു. ഗഡ്സ് ഭയങ്കര ദൂരം പോയി വീഴുന്നു. ഇതുപോലൊരു അടി ഇനി ഒരു വട്ടം കൂടി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗഡ്സ് മരിക്കും. പക്ഷേ ഗഡ്സ് മെല്ലെ ആ പെണ്ണിൻ്റെ അടുത്ത് പോകും. അതിന് പെണ്ണിനെ അവളുടെ വാള് വെച്ചിട്ട് ഷീൽഡ് വെച്ചിട്ട് കൊല്ലാൻ വേണ്ടി നിൽക്കും. ആൻഡ് അവൻ്റെ കയ്യിലുള്ള ഒരു എക്യുപ്മെന്റ് വെച്ചിട്ട് അവനെ ഗണ്ണ് പോലെ കൗണ്ടിനെ ഫയർ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഗഡ്സിൻ്റെ കയ്യിൽ എവിടുന്ന ഗണ്ണെന്ന്. അതൊക്കെ വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിൽ എക്സ്പ്ലെയിൻ ആവും. കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് വെച്ചോ, അറിയാൻ പറ്റും. ആൻഡ് ഈ ബ്ലാസ്റ്റ് കൈ വെച്ച് യൂസ് ചെയ്ത് കാരണം ഗഡ്സിൻ്റെ കൈ ലിറ്ററലി മരവിച്ച് പോകും. ഗഡ്സിന് ആ കൈ യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും. ആൻഡ് ഇപ്പോഴും ആ മോൺസ്റ്റർ ജീവനോടെ ഉണ്ട്. മോൺസ്റ്റർ ചന്നിട്ടില്ല. ആൻഡ് ഗഡ്സും ഒരു കൈ മരവിച്ച് 2 കൈയും ഉപയോഗിക്കാൻ പറ്റാണ്ട് നിൽക്കുമ്പോൾ ഗഡ്സ് ലിറ്ററലി സോറോയെ പോലെ ആ വാളെടുത്തിട്ട് ഗഡ്സിന്റെ വായിൽ വെക്കും. ആൻഡ് ആ മോൺസ്റ്ററിന്റെ തലയെടുത്ത് അറുത്ത് അങ്ങോട്ട് കളയും. ഇതിനുശേഷം വീണ്ടും ഗഡ്സ് ഒരു ഡിമോണിക് ചിരിയെല്ലാം ചിരിച്ചിട്ട് മെല്ലെ ആ കൗണ്ടിന്റെ അടുത്തോട്ട് പോകും. ആൻഡ് ഇപ്പൊ പക്കിന് മനസ്സിലാവും ഗഡ്സ് എല്ലാം പ്ലാൻ ചെയ്തായിരുന്നു. ആ പെണ്ണിനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം എല്ലാം ഗഡ്സ് പ്ലാൻ ചെയ്താണെന്ന് പക്കിന് മനസ്സിലാവും. ആൻഡ് ഈ മാങ്കയിൽ മുന്നോട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. യൂസ് ചെയ്യുന്നത്, ആൾക്കാർ യൂസ് ചെയ്യുന്നത്, ലിറ്ററലി റേപ്പ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ മാങ്കയിൽ മുന്നോട്ട് കാണാൻ പറ്റുക. ജയിക്കുന്നതും തോൽക്കുന്നതും മാത്രം മാറ്റർ ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ മാങ്ക ഇത്രയും പോപ്പുലറും ഇത്രയും ഗോട്ട് പൊസിഷനിൽ നിൽക്കുന്നതും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് കൗണ്ടിന്റെ തലയിൽ ഗഡ്സ് ലിറ്ററലി അവന്റെ കത്തി കുത്തി ഇറക്കുന്നതാണ്. കാരണം കൗണ്ട് ഇപ്പോഴും ഫുള്ളായിട്ട് മരിച്ചിട്ടുണ്ടാവില്ല. ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയിലാണ്, പക്ഷെ ഇപ്പോഴും മരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇത് കണ്ട് പ്രിൻസസ് കരഞ്ഞുകൊണ്ടിരിക്കും. ആലോചിക്കുമ്പോൾ തോന്നും എന്തിനാ കരയണേന്ന്. കാരണം അവളുടെ അച്ഛനെ പോലെ എല്ലാ മോൺസ്റ്ററെ കാണാൻ ലിറ്ററലി ഒരു വികൃത രൂപമാണ്. പക്ഷെ ഇതന്നെ പെണ്ണുങ്ങളുടെ സീനില്ലേ, കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആ സീൻ തന്നെ ആയിരിക്കും. ആൻഡ് ഈ പെണ്ണ് കരയുന്ന കണ്ടിട്ട് പക്ക് വന്നിട്ട് പറയും, ആ ഇന്നസെന്റിന്റെ പെണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യല്ലേ, അവള് പേടിയാവുന്നുണ്ട് പറയും. അപ്പൊ ഗഡ്സ് ലിറ്ററലി കത്തി എടുത്തിട്ട് പക്കിന്റെ നേരെ ചൂണ്ടിട്ട് പറയും, എന്റെ മുന്നിൽ നിൽക്കണ്ട, കൊന്നുകളയെന്ന് പറയും. ആൻഡ് ഇതിനു ശേഷം ഗഡ്സ് ലിറ്ററലി ആ അറുത്തെടുത്ത തല എടുത്തിട്ട് ആ പെണ്ണിന്റെ പ്രിൻസസിന്റെ മുന്നോട്ട് പോകുന്നു. പ്രിൻസസിന്റെ മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് നിലത്തോട്ട് അടിക്കുന്നത്. നിലത്തോട്ട് അടിച്ചതിന് ശേഷം ലിറ്ററലി അതിനെ സ്റ്റാബ് ചെയ്ത് കൊന്ന് ഒരു പരുവാക്കിയതിനു ശേഷം ചാവുന്നില്ല, ആ സാധനം ചാവുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഗഡ്സ് ലിറ്ററലി അങ്ങോട്ട് മാറിയിരുന്ന് ചിരിക്കാൻ തുടങ്ങുന്നു. കാരണം ഇനി ഗഡ്സിന് ചെയ്യാനൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഗഡ്സ് അവിടെ നിന്ന് ചിരിക്കുന്നു. കാരണം കുറച്ച് സമയം കഴിഞ്ഞാൽ ഇയാൾ തനത്താലെ മരിച്ചോളും. ഇയാൾ ഇനി ഒരിക്കലും ജീവനോടെ വരില്ല എന്ന് ആലോചിച്ചിരിക്കും. പക്ഷെ ഇവിടെ സർപ്രൈസ് ആയിട്ടൊരു കാര്യം നടക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗണ്ടിന്റെ രക്തം നേരെ പോയിട്ട് ആ കീടമുള്ള, അതായത് ബാലറ്റിന്റെ മുകളിൽ പതിയും. അതിന്റെ അവിടെ ഇവിടെ ഉണ്ടായിരുന്ന കണ്ണെല്ലാം കൂടിയിട്ട് ഒരു രൂപമായിട്ട് മാറും, അതായത് ഒരു തലയായിട്ട് മാറും. ആൻഡ് ലിറ്ററലി ഒരു മുഖമായതിനു ശേഷം പക്കും ഗഡ്സും ഇത് കാണും. പക്കും ഗഡ്സും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ കണ്ണിൽ നിന്നും എല്ലായിടത്തും ചോര ഒഴുകിക്കൊണ്ടിരിക്കും. അതായത് ശരിക്കുള്ള ഒരു ഫേസ് സ്ട്രക്ചറിലേക്ക് വന്നതിന് ശേഷം അത് ലിറ്ററലി കരയും, രക്തം കണ്ണിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഗഡ്സിനെയും പക്കിനെയും ഈ പെണ്ണിനെയും, അതായത് ഈ കീ വേറൊരു ഡയമെൻഷനിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരിക്കും. ആ കീ ഓപ്പൺ ആയി വേറൊരു ഡയമെൻഷനിലോട്ട് ഇവർ എത്തിയിട്ടുണ്ടായിരിക്കും. ഇത് ആദ്യം കണ്ടപ്പോൾ ഗഡ്സ് ഒന്ന് ഷോക്ക് ആയെങ്കിൽ പോലും പിന്നെ അവൻ അവിടെ കിടന്ന് ചിരിക്കാൻ തുടങ്ങും. ഇതിനുശേഷം നമുക്ക് കൗണ്ടിനെ കാണിക്കും. കൗണ്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. കൗണ്ട് പറയുന്നുണ്ടാവും അവൻ ഇവിടെ ഉണ്ട് എന്ന് പറയും. ഇതിനുശേഷം നമുക്ക് കുറച്ച് ആൾക്കാരെ കാണിക്കും. ഇവര് മൊത്തം 5 പേരുണ്ടായിരിക്കും. ആൻഡ് ഇവിടെ നിൽക്കുന്ന ഈ 5 പേരിൽ ബാക്കി പേരുടെ കാര്യം നമുക്കറിയില്ല. ഈ മാസ്ക് ഇട്ട് നിൽക്കുന്നവനല്ലേ, ഇവനെ കണ്ടപ്പോൾ തന്നെ ഗഡ്സ് അവിടുന്ന് അലറാൻ തുടങ്ങും, ഗ്രിഫിത്ത് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇത് കേട്ടിട്ട് ഗ്രിഫിത്ത് ചോദിക്കും, ഓ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ, നിന്റെ ഈ നശിച്ച ജീവിതം നീ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സ് ലിറ്ററലി ഷോക്കായി നിൽക്കും. ആൻഡ് ഇതിനുശേഷം ഇവർ തമ്മിൽ ഒരുപാട് സംസാരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഷോർട്ട് കട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗഡ്സും ഗ്രിഫിത്തും പണ്ട് മുതലേ അറിയുന്ന ആൾക്കാരാണ്. ആൻഡ് ഗഡ്സിന് ഇവനോളം ദേഷ്യം ഈ ലോകത്ത് വേറെ ആരെടുത്തുമില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അത് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഷോക്കായിട്ട് നിന്ന് പോകും. അതുപോലുള്ളൊരു കാരണമാണ്. വരുന്ന വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് എനിക്ക് പോലും തയ്യാറെടുക്കേണ്ടി വരും. ആൻഡ് ഇതിനുശേഷം കാണിക്കുന്ന ഇത്രയും മോശം അവസ്ഥയിൽ നിൽക്കുന്ന ഗഡ്സ് ഗ്രിഫിത്തിനെ അടിക്കാൻ വേണ്ടി പോകുന്നതാണ്. ബട്ട് ഇവിടെ ഗഡ്സിന്റെ മേത്തുള്ള ബ്രാൻഡില്ലേ, ആ സിംബല്, അത് അവൻ അവിടെ തടുത്ത് നിർത്തുന്നു. പക്ഷെ ഗഡ്സ് വിട്ടുപിടിക്കാണ്ട് എങ്ങനെയൊക്കെയോ അവൻ അടിക്കാൻ പോകുന്നു. ആൻഡ് ഇത് ബാക്കിയുള്ള ഗോഡ് ഹാൻഡ് മെമ്പേഴ്സ് കണ്ടിട്ട് ലിറ്ററലി കണ്ണും തള്ളി നിൽക്കുന്നു. ബട്ട് ഗ്രിഫിത്തിനെ തൊടുന്നത് പോട്ടെ, ഗ്രിഫിത്തിന്റെ അടുത്തോട്ട് പോകാൻ പോലും പറ്റുന്നില്ല. ഗ്രിഫിത്ത് അപ്പൊ തന്നെ ഗഡ്സിന്റെ അടുത്ത് ദൂരെ എടുത്ത് കളയും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് കൗണ്ടിനെയാണ്. കൗണ്ട് പറയുന്നുണ്ട് ഈ ബ്ലാക്ക് സ്പോർട്സ്മാനെ കൊന്നുകള, എങ്ങനെയും കൊന്നുകളാന്ന് പറയും. ഇത് കേട്ട് ഗോഡ് ഹാൻഡ് മെമ്പേഴ്സ് പറയും, നീ ഇങ്ങോട്ട് എങ്ങനെ വന്നേ, ബെഹൽറ്റ് യൂസ് ചെയ്തിട്ടാണോ എന്ന് ചോദിക്കും. ആൻഡ് നിന്നെ അത് ഇങ്ങോട്ട് എത്തിക്കാൻ കാരണം നിനക്ക് നിന്റെ ജീവനിൽ ഭയങ്കര പേടിയുണ്ട്, നിനക്ക് മരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല, നീ എങ്ങനെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ജീവിക്കാനുള്ള ഈ ഡിസയർ ആണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പറയും. ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല, നീ ഇങ്ങോട്ട് വന്നാണ്, എങ്കിൽ പോലും ഞങ്ങൾ നിന്നെ രക്ഷിക്കാം. പക്ഷെ ഇവിടെ ഗോഡ് ഹാൻഡ് ഒരു ട്വിസ്റ്റ് അടിക്കും. ഗോഡ് ഹാൻഡ് അവനൊരു ഓഫർ എടുക്കും. നിനക്ക് ഇപ്പൊ ഞാൻ നിന്റെ ശരീരം തരാം, നിന്നെ വീണ്ടും പവർഫുൾ ആക്കാം, മുന്നത്തെക്കാളും പവർഫുൾ ആക്കാം. പക്ഷെ നീ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, നീ ഒരാളെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇത് കേട്ട പാടി തന്നെ ആരെയാ ചെയ്യേണ്ടത്, ഞാൻ ചെയ്തു തരാം, ആരെയാ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ തന്നെ ഗ്രിഫിത്ത് അവിടെ നിന്നിട്ട് കൈ ചൂണ്ടിയിട്ട് അവന്റെ മുകളിലെ മുഖത്തോട്ട് കാണിക്കും.
അവളെ സാക്രിഫൈസ് ചെയ്യണമെന്ന് പറയും. ആൻഡ് ഇത് കണ്ട കൗണ്ട് ലിറ്ററലി ഷോക്കാവും. ഷോക്കായതിനു ശേഷം പറ്റില്ല എന്ന് പറയും. ആൻഡ് ഇങ്ങനെ കൗണ്ട് എതിർക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഗോണ്ടാനിലെ മെമ്പേഴ്സ് ചോദിക്കും, നീ ഇത് മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ ഇപ്പൊ ചെയ്യാൻ നിനക്ക് വേറെ പണി ചോദിക്കും. ഇത് കേട്ടപ്പോ ആ പെണ്ണിന് ആകെ കൺഫ്യൂഷൻ ആയിട്ട് അവിടെ നിൽക്കും. ഇത് മുന്നേ ചെയ്തിട്ടുണ്ടെന്നോ, ആരോടൊപ്പം മുന്നേ ചെയ്തിട്ടുണ്ടെന്ന്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് അവിടെ റിവീൽ ആവും. അത് റിവീൽ ആകാൻ കൗണ്ട് എതിർക്കുന്നുണ്ടാവും, എങ്കിൽ പോലും അവിടെ റിവീൽ ആവും. ഈ പെണ്ണിന്റെ അമ്മയെ കൊന്നത് ഈ കൗണ്ട് തന്നെയാണ്. ആൻഡ് ഈ കൗണ്ട് തന്നെയാണ് ഇയാളുടെ അമ്മയെ ബലി കൊടുത്തതെന്ന് പറയും. ആൻഡ് ഇതിന് ശേഷം നമുക്ക് എങ്ങനെ നടന്നത് കാണിക്കും. കൗണ്ട് ഒരു ദിവസം ഒരു കാട്ടിലൂടെ നടന്നുകൊണ്ട് വരുമ്പോൾ ഒരു വിചിത്രമായ ജീവിയെ കാണും. ആ വിചിത്രമായ ജീവിയുടെ കൂടെ ഒരുപാട് പേരുണ്ടാവും. ആ ഒരുപാട് പേര് അവിടെ ലിറ്ററലി സെക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇങ്ങനെ ചെയ്യുന്നത് ഞാനിവിടെ ബ്ലറായിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ, മുഴുവനായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ആൻഡ് അതിൽ ചെയ്യുന്ന ഒരു പെണ്ണ് ഈ കൗണ്ടിന്റെ ഭാര്യ ആയിരിക്കും. ആൻഡ് ഇത് ലിറ്ററലി അവിടെ ഗോഡ് ഹാൻഡ് മെമ്പേഴ്സ് ഒരു സ്ക്രീനിൽ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് കണ്ടിട്ട് ഈ പെണ്ണ് ലിറ്ററലി, അതായത് ഈ പ്രിൻസസ് ലിറ്ററലി തകർന്നു പോകുന്നുണ്ട്. ഒബ്വിയസ്ലി ആരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ തകർന്നു പോകും. ആൻഡ് ഇതിനുശേഷം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കൗണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന എല്ലാവരെയും കൊന്നു കളയുന്നുണ്ട്. അതായത് റേജ് എന്നിട്ട് എല്ലാവരെയും കൊന്നു കളയുന്നുണ്ട്. മോൺസ്റ്ററിന്റെ കാര്യം അറിയത്തില്ല, എല്ലാവരെയും കൊന്നു കളയുന്നു. ആൻഡ് ഒരു സ്ഥലത്ത് അവൻ നിന്ന് പോകുന്നു, അവന്റെ വൈഫിന്റെ അടുത്ത്. ആൻഡ് ഇവളെ കൊല്ലാൻ പറ്റാണ്ട് കൗണ്ട് അവിടെ നിൽക്കുമ്പോൾ ആ പെണ്ണ് തന്നെ, അതായത് എന്നെ കൊല്ല്, അതായത് മരണം ഏറ്റുവാങ്ങാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കും. ആൻഡ് ഇതെല്ലാം നടക്കുമ്പോൾ അവിടെ ബെഹലറ്റും ഉണ്ടായിരിക്കും. ബെഹലറ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെഹലറ്റ് ഗോഡ് ഹാൻഡ് മെമ്പേഴ്സിനെ അങ്ങോട്ട് വിളിക്കും. ആൻഡ് അവിടെ വന്നിട്ട് ഗോഡ് ആൻഡ് മെമ്പേഴ്സ് കൗണ്ടിനെ ഒരു മോൺസ്റ്റർ ആക്കിയിട്ട് മാറ്റും. ആൻഡ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മോൺസ്റ്റർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് കൗണ്ടിന് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ആൻഡ് ആ സാക്രിഫൈസ് ആണ് അവന്റെ വൈഫ്. ആൻഡ് ഈ നടന്ന കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും ആ പ്രിൻസസിന്റെ ലിറ്ററലി ശ്വാസം നിന്ന് പോകും. ആൻഡ് ഇതിനുശേഷം നമുക്ക് ഗോഡ് ആൻഡ് മെമ്പേഴ്സ് ലിറ്ററലി കൗണ്ടിനെ ടെംപ്റ്റ് ചെയ്യുന്നത് കാണിക്കുന്നത്, എടുത്തോ, പവർ എടുത്തോ, തിരിച്ചു വാ, ജീവിതത്തിലോട്ട് തിരിച്ചു വാ, ജസ്റ്റ് ഇവളെ ബലി കൊടുത്താൽ മതി എന്ന് പറയും. ആൻഡ് ഒന്നാമത് ഫിസിക്കലി ഭയങ്കരമായിട്ട് പൊളിഞ്ഞു നിൽക്കുന്ന കൗണ്ടും മെന്റലി കൂടി അതാണ്ട് ഇല്ലാണ്ടായി പോകും. എന്ത് ചെയ്യണം എന്നറിയാണ്ട് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കും. കാരണം അത്രത്തോളം ഇഷ്ടമാണ് അവന്റെ ജീവനെ. പക്ഷെ ഈ സ്വന്തം ജീവന് വേണ്ടിയിട്ട് ഞാനിപ്പോ എന്റെ മോളെ സാക്രിഫൈസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിൽ അവിടെ കൗണ്ട് നിന്നുകൊണ്ടിരിക്കും. ആൻഡ് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ സീൻ മാറ്റി നമുക്ക് കാണിക്കുന്നത് ഗഡ്സിനാണ്. ഗഡ്സ് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടാവും പക്കിന്റെ അടുത്ത്, പെട്ടെന്ന് എന്റെ കൈ നീ ഹീൽ ചെയ്യുന്നു പറയും. ഇത് കേട്ടിട്ട് പക്ക് ലിറ്ററലി ഷോക്ക് ആവും. കാരണം ഫസ്റ്റ് ടൈം ആയിരിക്കും അവനോട് ഇങ്ങനെ പറയുന്നുണ്ടാവുക. പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യുന്ന ഗഡ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇപ്പൊ നീ എന്നെ ഹീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ഫ്രണ്ട് പോലും ഇനി ആ ബ്രാൻഡിനുള്ള സാക്രിഫൈസ് ആയിട്ട് പോകും. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ എപ്പോഴോ ഗഡ്സിന്റെ അടുത്തും ഇങ്ങനെ എന്തൊക്കെയോ മുന്നേ നടന്നിട്ടുണ്ട്. ആൻഡ് ഇതിനുശേഷം നമുക്ക് വീണ്ടും കൗണ്ടിനെ കാണിക്കുന്നുണ്ട്. കൗണ്ട് ഇപ്പൊ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും, ജീവൻ രക്ഷിക്കണോ അതോ മകളെ രക്ഷിക്കണോ എന്ന് ആലോചിച്ചിട്ട്. ആൻഡ് ഇവിടുന്ന് കൗണ്ട് തീരുമാനിക്കും, മരിക്കാൻ തന്നെ തീരുമാനിക്കും, മകളെ രക്ഷിക്കാൻ തീരുമാനിക്കും. പക്ഷെ അവിടെ ഗോഡ് ഹാൻഡ് മെമ്പേഴ്സ് അവൻ ലിറ്ററലി മരണശേഷമുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. ലിറ്ററലി അവന് നരകം കാണിച്ചു കൊടുക്കും. ആൻഡ് ഇവിടെ കൗണ്ടിന്റെ അടുത്ത് ഭയങ്കര കുറച്ച് സമയം ഉണ്ടായിരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കൗണ്ട് തീരുമാനം എടുക്കാൻ വേണ്ടി കൺഫ്യൂഷൻ ആയി നിൽക്കും. പക്ഷെ കൗണ്ട് ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ആലോചിക്കും ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. അതുകൊണ്ട് തന്നെ അവന്റെ ജീവൻ, അതായത് ജീവൻ കൊടുക്കാൻ, അതായത് മരിക്കാന്നുള്ള കാര്യം തീരുമാനിക്കും. ഞാൻ അവിടെ മരിക്കും. അവൻ മരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, ലിറ്ററലി ആ നരകത്തിൽ നിന്ന്, അതായത് കാണിച്ചു കൊടുക്കുന്ന നരകത്തിൽ നിന്ന് ആത്മാക്കൾ വന്ന് അവന്റെ ആത്മാവ് അവിടുന്ന് എടുത്തുകൊണ്ട് പോകും. ആൻഡ് അവിടുന്ന്, അതായത് ഇങ്ങനെ നരകത്തിൽ നിന്ന് വന്ന മോൺസ്റ്റേഴ്സ് എല്ലാം അവൻ എടുത്തുകൊണ്ട് പോകും. ചെറുപ്പത്തിൽ നിന്നൊക്കെ നമ്മളോട് പറയത്തില്ലേ കോക്കാച്ചി വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു, അതുപോലെ അവന്റെ കുറെ ആത്മാക്കൾ വന്നിട്ട് അവൻ അവിടുന്ന് നരകത്തിലോട്ട് കൊണ്ടുപോകും. ബട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഈ സീനില്ലേ, അത് കണ്ടിട്ട് ലിറ്ററലി ആ പെണ്ണും കരഞ്ഞോണ്ടിരിക്കും, ഇയാളും കരഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ തോന്നുന്നു നമുക്ക് ഇത്ര നേരം ഇയാൾ വില്ലനായിരുന്നല്ലോ എന്ന് കാര്യമായിരിക്കും. പക്ഷെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സീനായിരിക്കും, നല്ല സീനായിരിക്കും. ആൻഡ് ബേഴ്സർക്ക് മാങ്കയുടെ തന്നെ ഒരു പ്രത്യേകത, ആരാണ് വില്ലൻ ആരാണ് നായകൻ എന്ന് തീരുമാനിക്കുന്നത് ചെറിയൊരു ഡിഫറൻറ്റ് ആയിരിക്കും. പക്ഷെ ഈ ഗ്രിഫിത്ത് എന്ന് പറയുന്ന ഈ നാറിയുണ്ടല്ലോ, ഈ നാറിയെ പോലെ ഒരു വില്ലൻ മൊത്തം മാങ്ക അനിമെ കമ്മ്യൂണിറ്റിയിൽ വേറെ ഉണ്ടാവില്ല, അതുപോലെ ഒരു നാറിയ. ആൻഡ് ഇതിനുശേഷം നമുക്ക് കൗണ്ടിനെ കൊണ്ടുപോയ അതേ ആത്മാക്കൾ അവിടുന്ന് ഗഡ്സിനെയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണിക്കും. അതേ ഗഡ്സ് ഒരു സാക്രിഫൈസ് ആണെങ്കിൽ പോലും ഗഡ്സിനെ അവിടുന്ന് കൊണ്ടുപോകാൻ ഈ ആത്മാക്കൾ ശ്രമിക്കുന്നത് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും ഗഡ്സ് മരിക്കുന്നുള്ള നല്ല ആയിരിക്കുമ്പോഴും ഗഡ്സ് അവിടുന്ന് ഒരു ബ്ലാസ്റ്റ് നേരെ ഗ്രിഫിത്തിന്റെ അടുത്തോട്ട് എടുക്കും. സ്വന്തം ജീവൻ പോയാലും കുഴപ്പമില്ല, ഗ്രിഫിത്തിനെ എങ്ങനെയും കൊല്ലണം എന്നായിരിക്കും ഗഡ്സിന്റെ മൈൻഡിൽ. ബട്ട് ഗോജോയെ പോലെ തന്നെ ഗ്രിഫിത്തിനും ഒരു അറൌണ്ട് ആയിട്ടൊരു ഷീൽഡ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ബ്ലാസ്റ്റ് ഗ്രിഫിത്തിനെ തൊടുന്ന പോലും ഉണ്ടായിരിക്കില്ല. പക്ഷെ ആ ബ്ലാസ്റ്റ് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരിക്കും, ആ ആത്മാവിൽ നിന്ന് ഗഡ്സ് രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് അവിടുന്ന് തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കും ഭൂമിയിലോട്ട്. അത് കൗണ്ടിന്റെ ബോഡി അവിടെ 2 കഷ്ണമായിട്ട് കിടക്കുന്നത് കാണിക്കും. ഇത് കണ്ടിട്ട് ഈ പെണ്ണ്, അതായത് പ്രിൻസസ് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അവളുടെ അമ്മ പോയി, അച്ഛൻ പോയി. അമ്മ ചെയ്തുകൊണ്ടിരുന്ന മുന്നേ കാര്യങ്ങളൊക്കെ അവൾക്ക് അറിഞ്ഞു. ഇപ്പൊ അച്ഛൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവൾക്ക് മനസ്സിലായി. ഇതെല്ലാം ആലോചിച്ചിട്ട് ലിറ്ററലി അവൾ തകർന്നു പോകും. ആരായാലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ തകർന്നു പോകും. എന്റെ അവള് തീരുമാനിക്കും എങ്ങനെയും മരിക്കണം എന്ന് തീരുമാനിക്കും. പക്ഷെ അവിടെ ഗഡ്സ് വരും. ഗഡ്സ് വന്നിട്ട് പറയും, നിനക്ക് മരിക്കാൻ അത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെല്ല് മരിച്ചോ എന്ന് പറയും. അത് പക്ക അവിടെ കിടന്നിട്ട് അലറും, പക്ക ദേഷ്യപ്പെടും. ബട്ട് ഗഡ്സ് സീരിയസ് ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ പെണ്ണ് ലിറ്ററലി മരിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ പക്ക അവിടെ ഉള്ളത് കൊണ്ടും പക്കിന്റെ ഇടപെടൽ കൊണ്ടും ആ പെണ്ണ് അത് ചെയ്യാൻ പറ്റത്തില്ല അവൾക്ക്. ആൻഡ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആ ബിൽഡിംഗ് അവിടെ നിന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് വീഴും. ഈ പെൺകുട്ടിയും താഴോട്ട് വീട് മരിക്കുന്നുള്ള ലെവലിലാകുമ്പോൾ ഗഡ്സിന്റെ വാൾ എടുത്തിട്ട് അവൾക്ക് കൊടുക്കും. അവൾ വാളിൽ പിടിക്കും. അവൾക്ക് മരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം മരിക്കാം,
പറയുന്നതിലും ചെയ്യാൻ തീരുമാനിക്കുന്നതിലും ഭയങ്കര വലിയ ഡിഫറൻസ് ഉണ്ടെന്ന് ഗഡ്സ് അവിടെ പറയും. ആൻഡ് ഇതിനുശേഷം എന്താ ഉണ്ടാവുമെന്ന് അറിയോ? ആ പെൺകുട്ടി ലിറ്ററലി ഗഡ്സിന്റെ മുകളിൽ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. നീ എപ്പോൾ തൊട്ടാണോ ഇങ്ങോട്ട് വന്നത് അപ്പൊ തൊട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കാൻ തുടങ്ങിയെന്ന് പറയും. ഇത് മാത്രമല്ല പറയാ, അവള് പറയും ഞാൻ ഒരു നാളെ നിന്നെ കൊന്നു കളയും, നീ എവിടൊക്കെ പോയാലും നിന്നെ ഞാൻ തേടി വരും, നിന്നെ ഞാൻ കൊന്നു കളയെന്ന് പറയും. ഇത് കേട്ടിട്ട് ഗഡ്സ് ഒന്ന് ചിരിച്ചിട്ട് പറയും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാന്ന് പറയും. ഇതിനുശേഷം നമുക്കൊരു സീൻ കാണിക്കും. ഈ സീനിൽ ഗഡ്സ് ലിറ്ററലി ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്നു, അതായത് കരയുന്ന പോലെയൊക്കെ നമുക്ക് കാണിക്കാം. ഇത് കണ്ടിട്ട് പക്ക് ലിറ്ററലി ഷോക്ക് ആവുന്നുണ്ടാവും. പെട്ടെന്ന് തന്നെ ഗഡ്സിന്റെ ഇമോഷൻസ് അവിടെ നിന്ന് മറയ്ക്കാൻ നോക്കും. ഇതിനുശേഷം വീണ്ടും അവന്റെ ജേണി അവൻ തുടങ്ങും. ആൻഡ് അതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയാം, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബാണ് എൻ്റെ മോട്ടീവ്. പിന്നെ തുടർന്ന് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുക എൻ്റെ അടുത്ത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, അതായത് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഫീൽ ഫ്രീ ടു കോൺടാക്ട്. ഓക്കെ, അപ്പോൾ ബൈ ഗായ്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.